അതെ, എളുപ്പത്തിലൊരു പെസഹാപ്പം ഉണ്ടാക്കിയാലോ? ഒരു 1/4 കപ്പ് ഉഴുന്ന് ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ആ 1/4 കപ്പ് ഉഴുന്നിലേക്ക് ഒരു 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇട്ടിരിക്കണേ. അരിപ്പൊടിയോ പച്ചരിയോ നിങ്ങൾക്ക് എടുക്കാം. എനിക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി എടുത്തുന്നേ ഉള്ളൂ. അതിലേക്ക് ഒരു ഒരു കപ്പ് തേങ്ങ ചിരകിയത്, ഒരു 2, 3 കഷ്ണം ഉള്ളി, 2 വെളുത്തുള്ളി, ഒരല്പം ഉപ്പ്, കുറച്ച് ജീരകം പൊടിച്ചത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഞാൻ നന്നായിട്ടൊന്ന് വെള്ളം ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ കിട്ടേണ്ടത്. ഇനി നമുക്ക് അടച്ചു വെക്കാവേ. ഇനി നമുക്ക് പാലിന്റെ കാര്യം നോക്കാം. പാലിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പാത്രത്തിനും ആവശ്യത്തിനും അനുസരിച്ച് മാത്രം എടുക്കുക. ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ശർക്കര ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച ശർക്കര ഒരു ചെറിയ വെള്ള തുണിയിലിട്ടിട്ട് നന്നായിട്ട് നരിച്ചെടുക്കുക. അതിലെ അഴുക്കും പൊടികളും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണേ. ഞാൻ അങ്ങനെ തിളച്ച് അരിച്ചു വെച്ച ശർക്കര ആട്ടോ ഇനി കാണിക്കുന്നത്. ഇനി ആ ശർക്കരയിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ, അതായത് തേങ്ങയുടെ 2-ാം പാല്, അതിലേക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 സ്പൂണോളം അരിപ്പൊടിയില്ലേ, വറുത്ത് വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ശർക്കരയുടെ പാനീയത്തിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈവിടാണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരിപ്പൊടി ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പാല് പെട്ടെന്ന് തന്നെ കുറുകാൻ ചാൻസ് ഉണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചുക്കും ഏലക്കയും ഒരല്പം പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നത് ആ ഒരു മിശ്രിതം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ വെഞ്ചരിച്ച കുരുത്തോല, അതിട്ടിട്ടാണ് പാൽ തിളപ്പിക്കുക. ആ വെഞ്ചരിച്ച കുരുത്തോലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും 1-ാം പാല്, തേങ്ങയുടെ 1-ാം പാൽ ഒരല്പം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് എടുക്കാം. തീ ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തു കേട്ടോ. വീഡിയോയിൽ ഇതൊന്നും കാണിക്കാനുള്ള എനിക്ക് വീഡിയോ എടുത്തൊന്നും ശീലമില്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനങ്ങനെ നമ്മുടെ പാലും തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എളുപ്പവും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പെസഹാപ്പാണ്. പിന്നെ പലയിടത്തും ഈ അപ്പം പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർ ആവിയിൽ പുഴുങ്ങിയെടുക്കും, ചില ആൾക്കാർ എന്താ പറയുക ഇതുപോലെ ചുട്ടെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ ഉണ്ടാക്കാം. ഈ അപ്പത്തിന് നമ്മൾ ഇണ്ടിരപ്പം എന്ന് പറയും. പല സ്ഥലങ്ങളിൽ പല രീതികളിലാണെന്ന് മാത്രം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എന്താ പറയുക അപ്പം ഉണ്ടാക്കലും പെസഹായും വളരെ സ്പെഷ്യലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ പെസഹാപ്പം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇത് മുറിച്ച് ഇത് കഴിച്ച് എന്നോട് എൻ്റെ ഭർത്താവ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് രുചിച്ച് നോക്കാനോ അല്ലെങ്കിൽ തൊട്ട് നോക്കാനോ ടേസ്റ്റ് നോക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും വീട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ അമ്മ എന്നെ പഠിപ്പിച്ച ശീലം അനുസരിച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുക്കളയിൽ ആ സമയത്ത് വേറെ ആരും കയറുമൊന്നുമില്ല. വേറെ ആരും ഇതിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല. ഉണ്ടാക്കുന്ന ആൾ മാത്രമാണ് അപ്പം ഉണ്ടാക്കുന്നതും പാലുണ്ടാക്കുന്നതിലും ശ്രദ്ധിക്കേണ്ടത്. വീട്ടിലെ ഗൃഹനാഥനാണ് സാധാരണ ഇത് ചെയ്യേണ്ടത്. ഇപ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്നോട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് റെഫർ ചെയ്തിട്ടൊക്കെ ആട്ടോ ഉണ്ടാക്കിയത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഹോപ്പ് യു എൻജോയ്ഡ്.